തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, പഠിച്ചിറങ്ങിയവർക്ക് ജോലി, വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം, ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം, ജോലി ഉറപ്പു നൽകുന്നു. ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, ഫാർമസി അസിസ്റ്റന്റ്, ആയുർവേദ പഞ്ചകർമ്മ OT ടെക്നോളജി, ഡയാലിസ് ടെക്നോളജി എന്നിവയിൽ 26 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനത്തിൽ എരുമപ്പെട്ടി മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ പതാക ഉയർത്തി ആചരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. UAE ഇൻക സെക്രട്ടറി ചന്ദ്രപ്രകാശ് ഇടവന ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1942 ക്വിറ്റ് ഇന്ത്യ ദിനമായി ഈ ഓഗസ്റ്റ് 9 ആചരിക്കുന്നത്. അതിൻ്റെ കാലഘട്ടങ്ങൾ അനുസ്മരിക്കുമ്പോൾ 1942 ആഗസ്റ്റ് 7-ാം തീയതി ആരംഭിച്ച ഒരു വലിയ തീക്ഷ്ണമായ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടിക്കെട്ടിക്കുന്നതിന് വേണ്ടിയുള്ള നാട്ടുരാജ്യങ്ങളുടെ ഭരണം ഇന്ത്യക്കാരെ വഞ്ചിക്കുകയും ഇന്ത്യയെ ലൂട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹാത്മജി ഉൾപ്പെടെയുള്ള ആളുകൾ ബോംബെയിൽ വെച്ച് ഒരു തീരുമാനമെടുക്കുന്നത്. ആ ബോംബെയിൽ വെച്ചെടുത്ത തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 1942 ഓഗസ്റ്റ് 7-ാം തീയതിയും 8-ാം തീയതിയും വളരെ ആലോചിച്ചെടുത്ത തീരുമാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്ത തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തത്. അതിൻ്റെ പേരാണ് ക്വിറ്റ് ഇന്ത്യ ദിനം. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ കെട്ടിക്കെട്ടിക്കുക, അല്ലെങ്കിൽ ഡു ഓർ ഡോയ്, നമ്മൾ മരിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്ന കാരണം അത്ര അസഹിഷ്ണുതമായ ഭരണകൂടമായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കുന്ന സന്ദർഭത്തിൽ. എന്തായാലും ഈ സന്ദർഭത്തിൽ അത്തരം രാജ്യത്തിനുണ്ടായ നേട്ടം ആ സമരത്തിലൂടെ സ്വാതന്ത്ര്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ആഗസ്റ്റ് 15-ാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ആ ക്വിറ്റ് ഇന്ത്യ ദിനവുമായി അനുസ്മരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് യൂത്ത് കോൺഗ്രസിന് ജന്മം നൽകുന്നത്. 1960-ൽ ഇന്ദിരാഗാന്ധിയുടെ ലീഡർഷിപ്പിലാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആദ്യമായി നമ്മുടെ രാജ്യത്തുണ്ടാവുന്നത്. ND തിവാരിയാണ് അതിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്. അദ്ദേഹം തന്നെ രാജ്യത്ത് യൂത്ത് കോൺഗ്രസിനെ വളർത്തിയെടുക്കാൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമാക്കി യൂത്ത് കോൺഗ്രസിനെ വളർത്തിയെടുക്കാൻ ആ കാലഘട്ടം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി വിമൽ ശങ്കർ, KSU മണ്ഡലം പ്രസിഡന്റ് ഷിയാസ് ചിറ്റണ്ട, ഫ്രിജോ വടക്കൂട്ട്, ബാസ്റ്റ്യൻ ചുങ്കന്ത്, INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട, സതീഷ് ഇടമന, ഫൈസൽ ചിറ്റണ്ട, ജീസൻ ചുങ്കത്ത്, ദേവസി ചുങ്കത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.